ഹായ് ഡിയേഴ്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയും നമ്മുടെ ഗിരീഷും ശാരികയും സിദ്ധാർത്ഥനും എല്ലാവരും കൂടെ ഒന്നടങ്കം നമ്മുടെ കെവിൻ്റെയും ഇസബെല്ലി ഋഷിയുടെയൊക്കെ പരിപാടികൾ തകർത്തെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ, കോടതി കയറ്റണമെങ്കിൽ തെളിവുകളാണ് വേണ്ടത്. അത് പിന്നെ ആരുടെയും കയ്യിൽ നിന്ന് നമുക്കങ്ങനെ കിട്ടാൻ പോകുന്നൊരു സാധനം അല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം അത് തന്നെ ഉണ്ടാക്കണമെന്നായിരുന്നു സിദ്ധാർത്ഥൻ്റെ മറുപടി. സിദ്ധാർത്ഥൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ദേവിയും ശാരികയും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ശാരികയുടെ കൈവശമാണ് ഇപ്പോൾ കെവിൻ ഉള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ശാരികയോടായിട്ട് പറയുന്നുണ്ട്, കെവിനോട് എങ്ങനെയെങ്കിലും ആ സത്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കണം. കെവിൻ എന്തായാലും നിന്നോടത് പറഞ്ഞിരിക്കും. അതിൻ്റെ കാര്യങ്ങളും വഴികളൊക്കെ നിനക്കറിയാലോ, അതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് രക്ഷിക്കേണ്ടത് നിരപരാധിയായ എൻ്റെ മകനെയാണ്. അവനെ ഇങ്ങനെ ഒരു കൊലക്കയറിലോട്ട് കൊടുക്കാൻ എനിക്ക് എന്തായാലും പറ്റുകയില്ല. അവൻ അറിഞ്ഞ് ഒരാളെ കൊല ചെയ്തതാണെങ്കിൽ ഒരിക്കലും ഞാൻ അതിന് സപ്പോർട്ട് നിൽക്കില്ല. പക്ഷെങ്കിൽ ഇവിടെ അവനെ ചതിച്ചത് അവനേറെ വിശ്വസിക്കുന്ന അവൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അതൊരിക്കലും നടന്നൂടാ. നിൻ്റെ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കിയതും ആ ഇസബെല്ലയാണ്. എന്തായാലും നിനക്ക് മാത്രമേ ഇവരുടെ അടുത്ത് പകരം ചോദിക്കാൻ കഴിയുള്ളൂ. നീയാണ് ഇപ്പോൾ അവൻ്റെ വലയിൽ വീണതെന്നാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷെങ്കിൽ അത് നേരെ തിരിച്ചാണെന്നുള്ള കാര്യം അവൻ ഓർക്കാത്തത് കൊണ്ട് തന്നെ നിനക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, എന്തായാലും മക്കളെ ഞാനെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെയ്തോളാം. ഇന്ന് ഞാൻ കെവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെവിൻ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ എല്ലാ കാര്യങ്ങളും കെവിനിൽ നിന്ന് തന്നെ ഞാൻ അറിയാൻ വേണ്ടി ശ്രമിച്ചോളാം. അങ്ങനെ നമ്മുടെ കെവിനെ വിളിച്ചു വരുത്തുന്നുണ്ട് ശാരികയാണെങ്കിൽ. ശാരിക വിചാരിച്ചതുപോലെ തന്നെ കെവിൻ അത്ര നിസ്സാരക്കാരനൊന്നും അല്ലായിരുന്നു. കെവിനോട് ശാരിക അടുപ്പം കാണിക്കുമ്പോഴും കെവിന് ഇച്ചിരിയെങ്കിലും ഒരകൽച്ചയുണ്ട്. പക്ഷേങ്കിൽ ഇവളോട് എന്തിനാണ് ഞാൻ അകന്ന് നിൽക്കുന്നത്? ഇവളെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നതല്ലേ. എല്ലാ കാര്യങ്ങളും ശാരികയോട് തുറന്നു പറഞ്ഞാലോ എന്ന് കെവിൻ 1000 വട്ടം ചിന്തിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ തൻ്റെ പേടി തന്നെ അവൾ ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഭയം കെവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ കെവിനോട് ശാരിക ചോദിക്കുന്നുണ്ട്, എന്താ എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയാറില്ലേ കെവിനേട്ടാ? എന്തെങ്കിലും ഞാൻ അറിയാത്തതായിട്ട് ജീവിതത്തിലുണ്ടോ എന്നൊക്കെ ശാരിക ചോദിക്കുന്നുണ്ട്. അപ്പോൾ കെവിൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല ശാരികെ, ഞാനൊന്നും മറിച്ച് വയ്ക്കുന്നില്ല, ഞാനെന്ത് മറിച്ച് വയ്ക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും നമ്മുടെ കെവിൻ്റെ ഫോണെടുത്ത് നമ്മുടെ ശാരിക ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് ഈ ഫോണൊക്കെ ഒന്ന് നോക്കാൻ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കെവിനാണെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കെവിൻ നമ്മുടെ ശാരികയ്ക്ക് ഫോൺ കൊടുക്കുമ്പോൾ നല്ലപോലെ പേടിയുണ്ട്. കാരണം അതിൽ ഇസബെല്ലയുടെ മെസ്സേജ് ഉണ്ട്. ആ ഇസബെല്ലയുടെ മെസ്സേജ് കണ്ടാൽ എല്ലാം ഇന്നത്തോടെ അവസാനിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ നമ്മുടെ ശാരികയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കെവിൻ പറയുന്നുണ്ട്, ശാരികയെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അത് നീ എങ്ങനെ എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തായാലും നിന്നോടത് തുറന്ന് പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്. നിന്നോട് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മുടെ ശാരിക പറയുന്നുണ്ട്, എന്തായാലും എന്നോട് തുറന്ന് പറ കെവിനേട്ടാ, അതിനൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശാരികയാണെങ്കിലും. അപ്പോഴേക്കും നമ്മുടെ കെവിൻ പറയുന്നുണ്ട്, ഞാനിന്ന് ഋഷിയെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ശാരിക ചോദിക്കുന്നുണ്ട്, എവിടെ വെച്ചാൽ കണ്ടത്? അപ്പോൾ ഋഷി മരിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മുടെ കെവിൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, ഋഷി മരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ വരുന്ന വഴിക്കാണ് ഋഷിയെ കണ്ടത്. പക്ഷെങ്കിൽ അവൻ മരിച്ചെന്നാണല്ലോ നന്ദൻ എന്നോട് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ നടക്കുക എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെങ്കിൽ നന്ദനാണെങ്കിൽ ഈ കാര്യം അറിയേയില്ല ശാരിക എന്നൊക്കെ പറയുന്നുണ്ട്. കെവിൻ ഭയങ്കര ബുദ്ധിമാനാണെന്നുള്ള കാര്യം നമ്മുടെ ശാരിക മനസ്സിലാക്കുന്നുണ്ട്. ഇയാൾ അങ്ങനെയൊന്നും സത്യം പറയുമെന്ന് എനിക്ക് തോന്നില്ലെന്നൊക്കെ ശാരിക ഇങ്ങനെ സ്വയം മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം കെവിനാണെ പറയുന്നുണ്ട്, നമുക്ക് കല്യാണമൊക്കെ കഴിക്കണ്ടേ? താൻ തൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശാരികയോടാണെങ്കിൽ. അപ്പോൾ ശാരിക മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ കല്യാണം കഴിക്കാനൊന്നും അല്ല പോകുന്നത്. നിന്നെ ജയിലിലേക്ക് അയക്കാനാണ് ഞാൻ പോകുന്നത്. എൻ്റെ ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കാൻ കൂട്ടുനിന്നവനല്ലേ നീയും. നീ എന്തായാലും ഇങ്ങനെ തന്നെ നിനക്ക് അനുഭവം വരണം. അപ്പോഴേ നിനക്കും മനസ്സിലാവും അതിൻ്റെ വേദന എന്നൊക്കെ ഇങ്ങനെ ശാരികയാണെങ്കിലും മനസ്സിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണ് പ്രഭാവതിയും സിദ്ധാർത്ഥനും പരസ്പരം സംസാരിക്കുന്നത്. പ്രഭാവതി ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധാർത്ഥ, എന്തെങ്കിലുമൊക്കെ നടക്കുമോ? നമുക്ക് നമ്മുടെ മകനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമോ? എനിക്കാണെങ്കിൽ അതിലൊരു വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്. സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എല്ലാം ദേവികയാണല്ലോ തീരുമാനിക്കുന്നത്. അവൾ നന്ദനെ രക്ഷിച്ചെടുക്കും. കാരണം അതാണ് താലിയുടെ മഹിമ. നീ ഒന്നും പറയണ്ട പ്രഭാവതി, നീ ഒന്നും ആലോചിക്കുകയും വേണ്ട. അതൊക്കെ നടക്കേണ്ടതുപോലെ തന്നെ നടന്നോളും.
എന്തായാലും സത്യത്തെ മറിച്ചു കേൾക്കാൻ ഈ ലോകത്ത് ആർക്കും സാധിക്കില്ല. ശാരിക എന്തായാലും കെവിനെ കൈവശം വരുത്തിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം കെവിനാണെങ്കിൽ ശാരികയുടെ വലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ കെവിനാണെങ്കിൽ ശാരിക എന്ത് പറഞ്ഞാലും കേട്ടോളും. അതുകൊണ്ട് ശാരിക എല്ലാ കാര്യങ്ങളും കെവിനിൽ നിന്നും മനസ്സിലാക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ നന്ദനെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നീ എന്തായാലും ഉറച്ചു വിശ്വസിക്കുക എന്നൊക്കെ സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് പറഞ്ഞ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പ്രഭാവതിക്ക് പക്ഷെങ്കിൽ ഇതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ള മട്ടിലാണ് പ്രഭാവതി ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ നമ്മുടെ ദേവികയെ വിളിക്കുന്നുണ്ട്. ദേവികയുടെ കാര്യങ്ങളൊക്കെ എവിടം വരെയായി, കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദേവിക പറയുന്നുണ്ട് അവളെന്തായാലും കെവിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, ഇനി എന്തായാലും ബാക്കിയൊക്കെ അവൾ വന്നിട്ട് അറിയാൻ കഴിയുമോ വച്ചാൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ കെവിനും നമ്മുടെ അങ്ങനെ ശാരികയും കെവിനും ആണെങ്കിൽ കെവിനിൽ നിന്ന് ശാരികയ്ക്ക് ഇസബെല്ലയെക്കുറിച്ചും ഋഷിയെക്കുറിച്ചും അറിയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഫോണൊക്കെ എടുത്ത സമയത്ത് തന്നെ ഇസബെല്ലയുടെ ചാറ്റിൽ ഋഷിയുടെ നമ്പറും അതൊക്കെ അയച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇസബെല്ല നമ്മുടെ കെവിൻ കാണാതെ ഇസബെല്ലയുടെ ചാറ്റും പിന്നെ ഋഷിയുടെ നമ്പറൊക്കെ നമ്മുടെ ശാരിക അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ശാരികയാണെങ്കിൽ ഒരു ചെറു പുഞ്ചിരി നൽകി നമ്മുടെ കെവിനോട് യാത്ര പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്നതാണ് ശാരിക ചെയ്യുന്നത് തന്നെ. അതിനുശേഷം ശാരികയാണെങ്കിൽ കെവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ നമ്മുടെ ദേവിയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. ഋഷിയുടെ നമ്പർ ഞാൻ കെവിൻ്റെ ഫോണിൽ കണ്ടിട്ടുണ്ട്, അത് ശാരികയാണെങ്കിൽ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ദേവിക്ക് ഒരുപാട് സമാധാനമാവുന്നുണ്ട്. അപ്പോൾ ഋഷി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഋഷിയെ കണ്ടുപിടിക്കാനാണ് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്നൊക്കെ ഗിരീശനോട് ദേവിക പറയുന്നുണ്ട്. അപ്പോൾ ഗിരീഷ് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ദേവിയുടെ അടുത്താണെങ്കിൽ ദേവിക പറയുന്നുണ്ട് തീർച്ചയായിട്ടും എന്തായാലും നമുക്കിതൊക്കെ തെളിയിച്ചേ കഴിയുള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് തെളിയുമെന്നാണ് എൻ്റെ വിശ്വാസം ഗിരിയേട്ട. എന്തായാലും അച്ഛനും നന്ദനും എല്ലാവരും ഗിരിയേട്ടനൊക്കെ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ശാരികയാണെങ്കിലൊക്കെ അവനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് സത്യം തുറന്നു പറയിപ്പിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം അവളിപ്പോൾ വിളിച്ചിരുന്നു, അവൾക്ക് എന്തൊക്കെയോ എവിഡൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ഇനി അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ കഴിയും. ഇനിയും കുറച്ച് തെളിവുകളൊക്കെ കൊണ്ട് നമുക്ക് കോടതിയിലോട്ട് പോകാം. നന്ദനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഇസബെല്ലയ്ക്ക്. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതല്ലേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ, എൻ്റെ ഭർത്താവ് എൻ്റേത് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗിരീഷിനോട് ദേവിക ഇങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ നന്ദനെ രക്ഷിക്കാൻ വേണ്ടി ദേവികയുടെ ശ്രമമാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നത് തന്നെ.